ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ, റബ്ബറിന് കുഴിയെടുത്തപ്പോൾ കുഴിയിൽ ബോധമില്ലാതെ അപ്പൂപ്പൻ കിടന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു, അയ്യോ അപ്പൂപ്പൻ ജീവനോടുണ്ടോ, എന്തോ പറ്റിയതാ? ഈ അപ്പൂപ്പൻ മനഃപൂർവ്വം അവിടെ പോയി കിടന്നൊന്നുമല്ല, ആരും കൊണ്ടിട്ടതുമല്ല. ഈ പുള്ളിക്കാരൻ രാവിലെ പണിക്ക് പോകാൻ നേരത്ത് നല്ല ഒരു 70-75 വയസ്സുള്ളപ്പോഴും നല്ല ചുറുചുറുക്കായിട്ട് പണിയൊക്കെ ചെയ്യുന്ന ഒരാളാണേ. രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സ്മോളൊക്കെ അടിച്ചിട്ട് വരുന്ന ഒരു ആളാണ്. ഈ അപ്പൂപ്പൻ പണിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിച്ചിട്ട് വരുന്ന വഴിക്കാണ് രാവിലെ പോയപ്പോൾ കുഴിയില്ലായിരുന്നു അവിടെ. വൈകിട്ട് വന്നപ്പോൾ അവിടെ കുഴി ഉണ്ടായിരുന്നു, അതിൽ വീണു. അതിലിപ്പോൾ ആരെ കുറ്റം പറയാനാ? പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അപ്പൂപ്പൻ കള്ളു കുടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ താഴത്തെ ഒരു കടയുണ്ട്. ആ കടയുടെ അവിടുന്ന് ഈ പണ്ടൊക്കെ ആണെങ്കിൽ ബോണ്ട, പരിപ്പുവട, അങ്ങനെയുള്ള സുഖിയൻ ഒക്കെ കിട്ടുമായിരുന്നു. ഒരു 5-6 പൊതിഞ്ഞ് വാങ്ങിച്ച് ഇങ്ങനെ കഷത്തൊക്കെ വെച്ചുകൊണ്ടാണ് വരുന്ന അപ്പൂപ്പൻ. അവിടുന്ന് വീട്ടിൽ വരുമ്പം പേപ്പർ മാത്രമേ കാണൂ. അപ്പം ഈ ഓരോ ബോണ്ട വാങ്ങിച്ചെങ്കിൽ അത് വീട്ടിലെത്തുമ്പോഴത്തേക്കിനും പേപ്പറെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞത് ഓരോന്നോരോന്ന് വഴിയിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് അപ്പൂപ്പൻ വരുന്നത്. മനസ്സിലായോ? എന്നിട്ട് വീട്ടിൽ വന്നാലോ അന്നേരം തുടങ്ങുന്ന ചിരി ഈ കെട്ടിറങ്ങുന്നത് വരെ അപ്പൂപ്പൻ ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നൊരു കാര്യം കൊണ്ട് അപ്പൂപ്പൻ്റെ കൂടെ ഇരുന്ന് ചിരിക്കണം. ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണ് അന്നൊക്കെ. ഞങ്ങളൊക്കെ 7-ലും 6-ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ്. ഞങ്ങളെ വിളിക്കും. എനിക്കാണെങ്കിൽ ഈ കോമഡി കേൾക്കാതെ ചിരിയും വരത്തില്ല. ആ അമ്മൂമ്മയാണെങ്കിൽ വഴക്ക് പറയും, നിങ്ങൾക്ക് എന്താ മനുഷ്യ, നിങ്ങളെന്താ മിണ്ടായിരിക്കുക. എന്നാലും ആ അമ്മൂമ്മയോട് ഈ ദേഷ്യത്തിലാണ് തിരിച്ച് പറയേണ്ടത്. എന്നാലും അപ്പൂപ്പൻ എന്താ പറയുന്നത്? ചിരിച്ചോണ്ടേ പറയത്തുള്ളൂ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ചിരിയൊക്കെ വരാറുണ്ട്. വലിയ കോമഡി ആയിട്ടൊന്നും തോന്നത്തില്ല, എന്നാലും ഞങ്ങൾ ചിരിക്കും. പിന്നെ അപ്പൂപ്പൻ അങ്ങോട്ട് കഥ പറയാൻ തുടങ്ങും. പണ്ടത്തെ കഥകളൊക്കെ കേൾക്കാനൊക്കെ സുഖമാണ്, പക്ഷെ എന്നാലും ബോറായിരുന്നു. സഹിച്ചല്ലേ പറ്റത്തുള്ളൂ, അല്ല എന്താ ചെയ്യാനാ.